ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ക്രിസ്മസ് ധ്യാനവുമായി ബന്ധപ്പെട്ട് സമ്മാനം എന്ന വിഷയത്തെക്കുറിച്ച് ചിന്തിക്കാമെന്നാണ് വിചാരിക്കുന്നത്. കൊച്ചുകുട്ടികൾക്ക് മാത്രമല്ല, എല്ലാവർക്കും, എല്ലാ പ്രായക്കാർക്കും എന്നും സമ്മാനങ്ങൾ ഇഷ്ടമാണ്. സമ്മാനങ്ങൾ കിട്ടുന്നതിൽ സന്തോഷിക്കാത്തതായി ആരും തന്നെ ഉണ്ടാകില്ല. ചെറുപ്രായത്തിൽ നമുക്ക് കിട്ടിയ ചില സമ്മാനങ്ങളൊന്നും ഇന്നും നാം മറക്കുകയില്ല. വേനൽ അവധിക്കാലത്ത് സ്കൂളൊക്കെ അടച്ചു കഴിഞ്ഞ് അമ്മ വീട്ടിൽ വിരുന്ന് പോയി കഴിയുമ്പോൾ അവിടെ നിന്ന് തിരിച്ചു വരുമ്പോൾ നമുക്ക് കിട്ടുന്നതായ ഒരു ജോഡി ഡ്രസ്സ്, ഒരു ജോഡി ചെരുപ്പ്, ഇതൊക്കെ ഇന്നും വിലപ്പെട്ടതാണ്. 10 ദിവസം നീണ്ടു നിൽക്കുന്നതായ VBSന്റെ സമാപന ദിവസം നാം ആ ദിവസങ്ങളിലൊക്കെ ഉപയോഗിച്ച് മുറിയായ വളരെ ചെറുതായ ചായ പെൻസിൽ നമ്മുടെ അധ്യാപകർ നമുക്കായി സമ്മാനമായി തരുമ്പോൾ അത് ഇന്നും നാം മനസ്സിൽ വിലപ്പെട്ട സമ്മാനമായി സൂക്ഷിക്കുന്നു. ക്രിസ്മസ് കാലയളവിൽ ക്രിസ്മസ് കാർഡുമായി വരുന്ന പോസ്റ്റ്മാനെ നാം പ്രതീക്ഷയോടെ കാത്തിരിക്കാറുണ്ടായിരുന്നു. അങ്ങനെ ഓർത്തെടുത്താൽ ചെറുതും വലുതുമായ അനേകം സമ്മാനങ്ങൾ നമ്മുടെ മനസ്സിൽ ഇന്നും ഓർത്തിരിക്കുന്നുണ്ടാകും. സമ്മാനങ്ങളുടെ പശ്ചാത്തലത്തിൽ നിന്നാണ് യേശുവിൻ്റെ കഥയും ആരംഭിക്കുന്നത്. കിഴക്ക് നിന്ന് വന്നതായ വിദ്വാൻമാർ യേശുക്കുഞ്ഞിനെ കാഴ്ചയായി അർപ്പിച്ചത് പൊന്ന്, മൂര്, കുന്തിരുക്കം ഇവയാണ്. യേശുവിൻ്റെ ജീവിതത്തിൽ ഭാവിയിലേക്ക് ദിശ ചൂണ്ടുന്നവയായിരുന്നു ഈ സമ്മാനങ്ങൾ. പൊന്ന് അത് ഇന്നും വിലപ്പെട്ട വസ്തു തന്നെയാണ്. പൊന്ന് ഹൃദയത്തിലെ രാജാവിനുള്ളതാണ്. അത് ദൈവികമായ അധികാരത്തെ വെളിപ്പെടുത്തുന്നു. മൂര്, ഇത് ഓർത്തു നോക്കിയാൽ ഇച്ചിരി വിഷമമുള്ള കാര്യമാണ്. കാൽവറിയിലേക്കുള്ള നിയോഗത്തിൻ്റെ നിഴലായി മൂരിനെ നമുക്ക് കാണാം. മൂര് അല്ലെങ്കിൽ മീറ യേശുവിൻ്റെ പുനരുത്ഥാനത്തെ സൂചിപ്പിക്കുന്നു. കുന്തിരുക്കം യേശുവിലുള്ളതായ ദൈവികതയെ, ദൈവിക പരിശുദ്ധിയെ വെളിപ്പെടുത്തുന്നു. ഇത് പൗരോഹിത്യവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ക്രിസ്തുവില്ലാതെ എന്ത് ക്രിസ്തുമസ്? കാലിത്തൊഴുത്തിലെ കീറ്റുശീലയിൽ പൊതിഞ്ഞ് നമുക്കായി നൽകപ്പെട്ടതായ യേശു കുഞ്ഞ് തന്നെയാണ് ക്രിസ്തുമസിൻ്റെ ഏറ്റവും വലിയ സമ്മാനം. സ്വർഗത്തിലെ അപ്പച്ചൻ ഭൂമിയിലെ എല്ലാ മനുഷ്യർക്കുമായി ഒരു വലിയ സമ്മാനം നൽകിയിരിക്കുകയാണ്. യേശു ക്രിസ്തുവിലൂടെയുള്ള രക്ഷ. അതുതന്നെയാണ് ക്രിസ്തുമസിൻ്റെ ഏറ്റവും വലിയ സമ്മാനം. ക്രിസ്തുമസ് പപ്പ നൽകുന്നതായ സമ്മാനത്തിനായി കുട്ടികൾ കാത്തിരിക്കാറുണ്ട്. വീടിൻ്റെ ചിമ്മിനിയിലൂടെ, പുകക്കുഴലിലൂടെ അദൃശ്യനായ ഒരു സാന്റാക്ലോസ്, അദ്ദേഹം നൽകുന്ന സമ്മാനം കൊടുക്കുന്നവൻ അദൃശ്യനായിരിക്കുന്ന ഒരു വലിയ സങ്കല്പമാണ് സാന്റാക്ലോസ് നമുക്ക് നൽകുന്നത്. നമുക്ക് ലഭിച്ച ചില സമ്മാനങ്ങളൊന്നും നാം തുറന്നു നോക്കിയിട്ടില്ല എന്നുള്ളത് നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. നമുക്ക് ചുറ്റുമുള്ളവർ, നാം സ്നേഹിക്കുന്നവർ, നമ്മുടെ കുടുംബം, നമ്മുടെ പ്രിയപ്പെട്ടവർ, ഇവരൊക്കെ നമുക്ക് ലഭിച്ചതായ അമൂല്യ ഉപഹാരങ്ങളാണ്. നമുക്ക് ലഭിച്ച പ്രിയപ്പെട്ടവരെ നാം വേണ്ടവണ്ണം മനസ്സിലാക്കിയിട്ടില്ല എന്നുള്ളത് എത്ര സങ്കടകരമാണ്. നമുക്ക് ലഭിച്ചതായ സമ്മാനങ്ങൾ, സാഹചര്യങ്ങൾ, അവസരങ്ങൾ, ഇതൊന്നും നാം വേണ്ട വിധം എക്സ്പ്ലോർ ചെയ്തിട്ടില്ല എന്നുള്ളത് സങ്കടകരമാണ്. നമുക്ക് ലഭിച്ച അല്ലെങ്കിൽ ഭാവിയിൽ ലഭിച്ചേക്കാവുന്ന സമ്മാനങ്ങളെക്കുറിച്ച് മാത്രം ആലോചിക്കാതെ നമുക്ക് എന്ത് കൊടുക്കുവാനാകും, നമുക്ക് കൊടുക്കുവാനാകുന്നതായ ഏറ്റവും നല്ല സമ്മാനം എന്താണെന്ന് നാം ഓരോരുത്തരും ആലോചിക്കണം. നമുക്ക് നൽകാൻ പറ്റിയതായ ഏറ്റവും നല്ല സമ്മാനം നമ്മുടെ ജീവിതം തന്നെയാണ്. നമ്മെ ഒരു വലിയ ദൗത്യം ഏൽപ്പിച്ചിട്ടാണ് നമ്മുടെ അപ്പച്ചൻ ഈ ലോകത്തിലേക്ക് അയച്ചിരിക്കുന്നത്. ഈ ജീവിതം മനോഹരമായി ജീവിച്ച് 30, 60, 100 മേനി ഫലം കായ്ക്കുന്നവരായി, ഒരു ഫലദായക ജീവിതമായി നമ്മുടെ ജീവിതങ്ങളെ ദൈവത്തിലേക്ക് സമർപ്പിക്കുമ്പോഴാണ് അത് വലിയ സമ്മാനമായി മാറുന്നത്. അതാണ് നമ്മുടെ ജീവന്റെ ഉടയവന് നമുക്ക് നമ്മുടെ ജീവിതം കൊണ്ട് തിരിച്ചു കൊടുക്കുവാൻ പറ്റുന്നതായ വലിയ സമ്മാനം. ബേത്ലഹേമിൽ ലഭിച്ച ക്രിസ്തു എന്ന സമ്മാനം, ഇതാ എൻ്റെ ശരീരം എന്ന് പറഞ്ഞുകൊണ്ട് കാൽവറിയിൽ നമുക്കായി, നമ്മുടെ പാപങ്ങൾക്കായി നൽകിയപ്പോഴാണ്, ഈ ലോകത്തിൻ്റെ പാപങ്ങൾക്കായി നൽകിയപ്പോഴാണ് യേശു ക്രിസ്തുവിൻ്റെ ദൗത്യം പൂർണ്ണമായത്. നമുക്കായി നൽകപ്പെട്ടിരിക്കുന്ന ക്രിസ്തു എന്ന സമ്മാനം നാം സ്വീകരിക്കുന്നതിലൂടെ, അവനെ പൊതിഞ്ഞിരിക്കുന്ന ചുരുളുകൾ നാം കൂടുതൽ അറിയുന്നതിലൂടെ ഈ ക്രിസ്മസ് ആഘോഷങ്ങളൊക്കെ സാർത്ഥകമാവുകയാണ്. അതിനായി ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും ഈ ക്രിസ്മസ് കാല ആശംസകൾ നേരുന്നു.